ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGS 186ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം BEGS 186 കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നത് 100 മാർക്കിനാണ്. അതുപോലെ തന്നെ ടോട്ടൽ അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടോട്ടലി there will be 5 types of questions. കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നത് 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, 5 കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു 5 കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, കാറ്റഗറി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് ആണ്. അപ്പം ശ്രദ്ധിക്കുക, ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ആണ്. ആ ടോട്ടൽ 5 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസും ക്യാരി ചെയ്യുന്നത് 20 മാർക്സ് ആണ്, ടോട്ടൽ 100 മാർക്സ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസിലും മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ഓരോ കാറ്റഗറീസ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ ചുവടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്സ് വീതമാണ്. അപ്പം ഇവിടെ ടോട്ടലി 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 5 ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദി സെയിം ആസ് ദി ഫോളോയിങ്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു 6ഓളം വേർഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഈ വേർഡ്സിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് നിങ്ങൾ പാസേജിൽ നിന്നും കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 6ഓളം ക്വസ്റ്റ്യൻസ് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അപ്പം ഈ ഓരോ വേർഡ്സിൻ്റെയും സെയിം മീനിങ് വരുന്ന വേർഡ്സുകൾ പാസേജിൽ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു വേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തന്ന പോലെ തന്നെ ഓരോ വേർഡ്സും വരുന്ന പാരഗ്രാഫിൻ്റെ നമ്പറൊക്കെ ഒരു പക്ഷേ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ വരുന്നത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളോട് സാധാരണ ചോദിക്കാറുള്ളത് നമുക്കറിയാൻ സാധിക്കും, പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രഷൻ എഴുതാനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോമൺ നേരത്തെ പറഞ്ഞു 5 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പേപ്പറിൽ സാധാരണ ചോദിക്കാറുള്ളത്. ഈ ത്രൂ ഔട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ത്രൂ ഔട്ട് ചോദിക്കാറുള്ളത്. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചറിൽ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഒരു പ്രീവിയസ് വർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു മാറ്റവും നമ്മൾ സാധാരണ കാണാറില്ല. അപ്പം ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദി ഫോളോയിങ്, ഗിവ് എക്സാമ്പിൾസ്. അപ്പം ഈ ഒരു സെക്ഷൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്യുവർ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിലൂടെ നിങ്ങൾ പോവേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസും കൂടി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സെക്ഷൻ എസ്പെഷ്യലി ഫോർ സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയലിലൂടെ നിങ്ങൾ പോവേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും പ്യുവർലി ഗ്രാമർ ഓറിയൻറ്റഡ് ആണ്. അപ്പം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും പ്യുവർലി ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ മൂന്നാമത്തത് നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് കമ്പനി പ്രൊഫൈൽ വിത്ത് ഈദർ ദി കറക്റ്റ് ടെൻസ് ഓഫ് ദി verb in the bracket. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കമ്പനിയുടെ പ്രൊഫൈൽ പോലെയുള്ള ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും ഇവിടെയും നിങ്ങൾക്ക് നൽകുന്നത്. അവിടെ ആ ഒരു പാസേജിൽ നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിനെ നിങ്ങൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്, അവിടെ വേർബ് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും, ബ്രാക്കറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുള്ള വേർബിൻ്റെ കറക്റ്റ് ഫോം എടുത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, നമുക്കറിയാം ഓരോ വേർബ്സിനും ഡിഫറെൻറ്റ് ഫോംസുകളുണ്ട്. അപ്പം ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുള്ള ഒരു വേർബിൻ്റെ കറക്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്തിനാ തീരുമാനിക്കേണ്ടത്, സെൻറ്റൻസിൻ്റെ ടെൻസ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു വേർബിൻ്റെയും ടെൻസിനെ നമ്മൾ
തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ ടൈപ്പ് സെക്ഷനെയും നമ്മൾ ഓരോ ദിവസം ഡിസ്കസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബി, ഈ ഒരു മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ബി ടൈപ്പ് വരുന്നത് നമുക്ക് നോക്കാം. ഹിയർ ആർ ദി ആൻസർ ടു സം ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയാണ്, ക്വസ്റ്റ്യൻസിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഓൾറെഡി WH ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ WH വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പം ഓൾറെഡി ആൻസർ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ആൻസറിനെ നോക്കി, അല്ലെങ്കിൽ ആൻസറിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ടായിരിക്കും, ആൻസറിൻ്റെ ടെൻസ് ഫോമുകൾ നോക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ഫ്രെയിം ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന മൂന്നാമത്തെ സബ്സെക്ഷൻ ആണ് കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് ദി കറക്റ്റ് കമ്പാരിറ്റീവ് superlative form of the adjectives in the bracket. നേരത്തെ നമ്മൾ വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോം ആയിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അഡ്ജക്റ്റീവ് ആണ് അല്ലേ. അഡ്ജക്റ്റീവിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകളാണ്. നമുക്കറിയാം പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. ഇങ്ങനെ അഡ്ജക്റ്റീവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിഫറെൻറ്റ് ഫോമുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. വേർബിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫോമുകളാക്കുന്ന പോലെ തന്നെ അഡ്ജക്റ്റീവിനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിഫറെൻറ്റ് ഫോമുകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പം ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് അഡ്ജക്റ്റീവിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമും അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഫോമും അല്ലേ. എൽഡർ നമുക്കറിയാം, എൽഡറിൻ്റെ ഡിഫറെൻറ്റ് ഫോമുകളാണ്, കമ്പാരിറ്റീവ് ഫോമാണ് എൽഡർ, അതുപോലെ തന്നെ എൽഡസ്റ്റ് അല്ലേ. ഇങ്ങനെ നമ്മുടെ ഒരു സെൻറ്റൻസ് നോക്കി ഏതാണോ പ്രോപ്പറായി ഇട്ട് അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന അഡ്ജക്റ്റീവിൻ്റെ കറക്റ്റ് ഫോം ആഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ഇമെയിലിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വരെ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, റൈറ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് ഇൻഫോമിങ് അബൌട്ട് ദി ചേഞ്ചസ് യു ഹാവ് ഒബ്സർവ് അല്ലേ. അപ്പം എന്തൊക്കെയാണ്, അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അവിടെ ടോപ്പിക് തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇമെയിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇമെയിൽ എന്നുള്ള ഏത് പേഴ്സണും നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാർക്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 20 മാർക്സ് ആണ്. 20 മാർക്സിനാവുന്ന സമയത്ത് നമ്മളതിൻ്റെ കറക്റ്റ് ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫ്രം ഇമെയിൽ ID, അതുപോലെ തന്നെ ടു സബ്ജക്റ്റ് ലൈൻ, സല്യൂട്ടേഷൻ, ക്ലോസിങ് നൊട്ടേഷൻ അല്ലെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റും കറക്റ്റായിട്ടും ആപ്റ്റായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം 20 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു അഞ്ചാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കുക. Dialogue between parents and children discussing the importance of outdoor activities and harmful impact of mobile phone അല്ലേ. അപ്പം ഈ ഒരു ഇതുപോലുള്ളൊരു ഡയലോഗ്, കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കോമൺ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഡയലോഗ്സ്, കോൺവെർസേഷനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കണം, നമ്മൾ ഒരാളുമായിട്ട് അഗ്രി ചെയ്യുന്ന സമയത്ത് ഏത് എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത്, ഡിസഗ്രി ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഡയലോഗിനെ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യണം, ഇതുപോലെ ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതും 20 മാർക്സിനാണ്. അപ്പം 20 മാർക്കിലൊരു 15 മാർക്സ് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യണമെങ്കിൽ അതിൽ വാല്യൂ ചെയ്യുന്ന ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സ്പ്രഷൻ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ്. ഇനി ഓരോ സെക്ഷൻസിനെയും നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.